ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും നല്ല വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മളും പലപ്പോഴും കാണുന്ന പല സ്വപ്നങ്ങളുടെ അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാകാറില്ല. ചില സ്വപ്നങ്ങളൊക്കെയും നമ്മളെ ഭയപ്പെടുത്തുകയും നമ്മുടെ ഉറക്കത്തെ അത് കെടുത്തിക്കളയുകയും ചെയ്യും. അങ്ങനെയുള്ള സ്വപ്നങ്ങൾ പലതുണ്ട്. എന്നെങ്കിൽ ഇതിൻ്റെ പിൻപിൽ പ്രവർത്തിക്കുന്ന ഒരു പൈശാചികമാകുന്ന ഒരു അജണ്ടയുണ്ട്. പലപ്പോഴും നമ്മൾക്കത് മനസ്സിലാകാതെ പോകുന്നത് കൊണ്ടാണ് പല സ്വപ്നങ്ങളും നമ്മൾ തള്ളിക്കളയുന്നത്. എന്നെങ്കിൽ ഞാൻ 1-2 സ്വപ്നങ്ങളെ നിങ്ങളോടൊന്ന് പറയുവാൻ ആഗ്രഹിക്കപ്പെടുകയാണ്. ചില ദുസ്വപ്നങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. പലപ്പോഴും നമ്മൾ കാണുന്ന സ്വപ്നങ്ങളെ ചിലപ്പോൾ ആനകൾ കൂട്ടമായി വന്ന് ആക്രമിക്കപ്പെടാൻ വരുന്നു, നമ്മളെ ഓടിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള സ്വപ്നങ്ങൾ നമ്മൾ കാണും. അർത്ഥം മനസ്സിലാകത്തില്ല. ചില സമയങ്ങളിൽ സർപ്പങ്ങൾ അപകടകാരിയായി നിൽക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണും. മറ്റു ചില അവസരങ്ങളിൽ നായ്ക്കൾ നമ്മുടെ നേരെ ചീറി വരുന്ന നമ്മൾ കാണും. തുടങ്ങി വിവിധ സ്വപ്നങ്ങൾ കാണുമ്പോൾ അതിൻ്റെ പിൻപിൽ ഓരോ അർത്ഥങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട്. ഉദാഹരണമായി ഒരു വ്യക്തി സർപ്പങ്ങളെ സ്വപ്നം കാണുന്നുവെങ്കിൽ ഓർക്കപ്പെട്ടുകൊള്ളുക, അത് കൈവശവുമായി ബന്ധപ്പെട്ടതായിരിക്കും. കാരണം ആദി ശാപമായത് വിലക്കപ്പെട്ട കനിയും സർപ്പത്തിൻ്റെ പ്രേരണയാൽ മനുഷ്യൻ്റെ ഉള്ളിൽ വന്നതുകൊണ്ടാണ് മനുഷ്യൻ ശാപഗ്രസ്തനായി മാറിയത്. ഒരു മനുഷ്യനെ ശാപത്തിലേക്ക് തള്ളിവിടുവാൻ ദൈവം വിലക്കിയതിനെ മന്ത്രവാദികൾ കൂട്ടുപിടിക്കാറുണ്ട്. കൈവശങ്ങൾ വിവിധ രൂപത്തിലുണ്ട്. തലമുറകളെ ജനനത്തെ തടയുവാൻ ബ്ലഡ് പോയിസണുകളെ മന്ത്രവാദികൾ ഉപയോഗിക്കുന്നുണ്ട്. ബ്ലഡ് പോയിസൺ എന്നത് സ്ത്രീകളുടെ സമയക്രത്തിൽ അശുദ്ധ രക്തമാണ്. ഈ രക്തം കട്ടയായി മാറിയതിനെ മന്ത്രവാദികൾ ഉപയോഗിക്കുന്നു. ഇതിനെ കൈവശമെന്ന് പറയുന്നു എങ്കിലും ഇതിനെ മഷിക്കൂട്ടെന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മഷി വെള്ളത്തിൽ വീണാൽ വ്യാപരിക്കുന്നത് പോലെ മഷിക്കൂട്ടെന്ന പദാർത്ഥം ഉള്ളിൽ ചെന്നാൽ കുടലിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അത് വ്യാപരിക്കപ്പെടുകയും ചില രോഗങ്ങൾക്കത് വഴിവെക്കുകയും ചെയ്യുന്നു. കൂടുതലായും ഇത് സ്കിൻ രോഗങ്ങൾക്ക് വഴിവെക്കുകയാണ്. സ്കിന്നിലുണ്ടാകുന്ന ചൊറിച്ചിലുകളെ, മറ്റു ചിലർക്ക് സ്കിന്നെ പൊട്ടി അളയുന്ന രീതിയിൽ മാറി മാറി പല രോഗങ്ങൾ ശരീരത്തുളവാകും. ചികിത്സയിൽ പറയത്തക്ക ഫലങ്ങളൊന്നും ഉണ്ടാകാറില്ല. പല ലക്ഷണങ്ങൾ ശരീരം നമ്മളെ കാണിച്ചു വരും. ചിലവരുടെ വയറ് ഊതി വീർക്കുന്നത് പോലെ നിൽക്കും, വയറിൻ്റെ വശങ്ങൾ കല്ലിച്ച് കിടക്കും, തലകറക്കം, കണ്ണിൽ ഇരുട്ട് കയറുന്നത്, അമിത അളവിൽ, അതായത് നിയന്ത്രിക്കുവാൻ കഴിയാത്ത അളവിൽ ദേഷ്യമുണ്ടാകുന്നത്, അമിത ചിന്തകൾ ഉണ്ടാകുന്നത് തുടങ്ങി പല ലക്ഷണങ്ങളും പുറമേ ശരീരം കാണിക്കും. ഇത് മഷിക്കൂട്ട് കാറ്റഗറിയിൽപ്പെട്ടതായതുകൊണ്ട് ഇതിൻ്റെ മേലുള്ള ശുശ്രൂഷകൾക്ക് സമയം ഇച്ചിരി അധികം ആവശ്യമാണിതിന്. കാരണം ഇത് പല ആവർത്തികൾ വൊമിറ്റ് ചെയ്യപ്പെട്ടാൽ മാത്രമേ ബ്ലഡ് പോയിസൺ പുറത്തു പോകാറുള്ളൂ. ഇതിൻ്റെ ഒരു അംശം ഉള്ളിൽ അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ പല മേഖലകളുടെ മേൽ ഇത് ബാധിക്കപ്പെടും. മുമ്പ് പറഞ്ഞ പോലെ തലമുറ ജനനത്തെ, അബോർഷൻ ഉണ്ടാകുവാൻ തൊട്ടും വിവിധ മേഖലകളുടെ മേലൊരംശം ഒരു വ്യക്തിയുടെ ഉദരത്തിൽ കിടന്നെങ്കിൽ പലത് വൊമിറ്റ് ചെയ്ത് മാറി ഇനി ഒരു അംശമെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ മേലും ഇരുളിൻ്റെ ശക്തികളെ വില പറയുവാനിടയായിത്തീരും. തലമുറ ജനനത്തെ അത് ബ്രേക്ക് ചെയ്യപ്പെടും. അഥവാ അതിനെ അതിജീവിക്കപ്പെട്ടൊരു വ്യക്തി അടുത്ത ഘട്ടങ്ങളിലേക്ക് എത്തിയാൽ അത് അബോർഷനിലേക്ക് എത്തപ്പെടുവാനിടയായിത്തീരും. അതായത് ഒരു നായയെ തുടലിൽ കെട്ടിയിട്ടതുപോലെ ഒരു മനുഷ്യനെ ബന്ധിച്ച് കഷ്ടതയുടെ കൂട്ടിലിരുത്തുവാൻ ഇതിന് കഴിയും. എത്ര കഴിവുള്ളവനായാലും അവൻ്റെ കഴിവ് ലക്ഷ്യത്തിന് മുമ്പിലെത്തുന്നതിന് മുമ്പേ അവൻ അടിയറ വെക്കും. ജീവിതത്തിൽ പൂർത്തീകരണങ്ങളൊന്നും ഇങ്ങനെയുള്ളവർക്ക് കാണാറില്ല. ഇവരെ നമ്മൾ പഠിക്കുന്നെങ്കിൽ ഇവരെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഏറിയ സമയങ്ങൾ ഇവരെ കഷ്ടത പറയുവാനും പ്രയാസങ്ങൾ പറയുവാനും ദുഃഖങ്ങൾ പറയുവാൻ മാത്രമേ ഇവർക്ക് സമയം കൂടുതൽ കാണും. ജീവിതത്തിൻ്റെ സമ്പാദ്യത്തിൻ്റെ ഏറിയ പങ്കും പ്രയോജനമില്ലാത്ത കാര്യങ്ങൾക്കായി ഇവർ പാഴാക്കിക്കളയും. എത്ര രൂപ കയ്യിൽ വന്നാലും കാശ് നിലനിൽക്കത്തില്ല. കാശ് നഷ്ടപ്പെടുന്ന വഴി പലപ്പോഴും മനസ്സിലാകത്തുമില്ല ഇങ്ങനെയുള്ളവർക്ക്. ഇത് ഉള്ളിൽ കിടക്കുന്നിടത്തോളം കാലം എത്ര വർഷം കഴിഞ്ഞാലും ഉള്ളിൽ കിടക്കുന്ന കൈവശങ്ങളെ മറ്റു സേവകളുമായി മന്ത്രവാദികൾക്ക് കണക്ട് ചെയ്യുവാൻ അവർക്ക് കഴിയും. അതായത് ഒരു വ്യക്തിയുടെ ഉള്ളിൽ 10-20 വർഷങ്ങൾ മുമ്പ് കിട്ടിയതാണെന്ന് പറഞ്ഞാലും 10-20 വർഷം കഴിഞ്ഞാലും മറ്റൊരു മന്ത്രവാദ സാമഗ്രികൾ ഒരു വ്യക്തിയുടെ ഉദരത്തിലുണ്ടെങ്കിൽ
മറ്റു സേവകളെ ആ മന്ത്രവാദികൾക്ക് അതിലേക്ക് വിടുവാൻ അവർക്ക് കഴിയും. ഇതിൽ നിന്ന് പുറത്തു വരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ശുശ്രൂഷകൾ നിങ്ങളുടെ ദേശത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അങ്ങനെയുള്ള ശുശ്രൂഷകളുടെ മേൽ നിങ്ങൾ പ്രവേശിക്കപ്പെട്ടുകൊള്ളുക. ക്രൂശിൻ്റെ വചനം, ക്രൂശിൻ്റെ വിടുതൽ എൻ്റെ മേലേക്ക് ഇറങ്ങി വരണേ എന്ന് കൂടുതലായി പ്രാർത്ഥിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും നല്ല വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പ്രാർത്ഥിക്കുക. ക്രൂശിൻ്റെ വിടുതൽ എൻ്റെ ശരീരത്തിന്മേൽ വ്യാപരിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ദൈവവചനം പറയുന്നു, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമായി മാറുമ്പോൾ രക്ഷിക്കപ്പെടുന്ന നമ്മുടെ മേലും അത് ദൈവശക്തിയായി മാറുന്നുവെന്ന്. ആ ദൈവശക്തി എൻ്റെ ശരീരത്തിന്മേൽ വ്യാപരിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. കൂടുതൽ സമയങ്ങളെ യേശുവേ നിൻ്റെ സാന്നിധ്യം എൻ്റെ മേലിറങ്ങണേ എന്ന്, യേശുവേ നിൻ്റെ വിടുതൽ എൻ്റെ മേലിറങ്ങി വരുമാറാകണേ എന്നും. ഒരിക്കൽ യേശു തമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരെ തെരുക്കളിൽ അയച്ചു. അവർ ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ വലിയ സന്തോഷത്തോടെ കടന്നു വന്ന് പറഞ്ഞു, ഗുരുവേ, നിൻ്റെ നാമത്തിൽ ഭൂതങ്ങൾ കീഴടങ്ങുന്നു, നിൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകുന്നു, ഗുരുവേ, നിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വെളിപ്പെടുന്നു. അതിന് യേശു തമ്പുരാൻ ഒരു മറുപടി ഇങ്ങനെ പറയുവാനിടയായി തീർന്നു, ആകാശത്തുനിന്ന് മിന്നൽ വീഴുന്നത് പോലെ സാത്താൻ വെട്ടേറ്റ് വീഴുന്ന ഞാൻ കണ്ടുവന്ന്. യേശു നാമത്തിൻ്റെ ആ സ്വഭാവം ശാപങ്ങളെ കടന്നു എന്ന് ആക്രമിക്കുന്ന ആ രീതി ഉള്ളത് കൊണ്ട് ഇന്ന് പകലിൽ വിളിച്ചു പറയുകയാണ്, ഈ സന്ധ്യ ഞാൻ വിളിച്ചു പറയുകയാണ്, ഈ രാത്രി ഞാൻ വിളിച്ചു പറയുകയാണ്, യേശുവേ നിൻ്റെ സാന്നിധ്യം എൻ്റെ മേലേക്ക് ഇറങ്ങണേ എന്ന്. ഭരിക്കുന്ന ശാപങ്ങളുടെ അധികാരങ്ങളൊക്കെയും കുടുംബങ്ങളെ മാറി മാറി ഭരിക്കുന്ന, വ്യക്തികളെ ഭരിക്കുന്ന, രോഗമിട്ട് ഭരിക്കുന്ന, തലമുറയെ ഞെരുക്കുന്ന, തലമുറകൾക്ക് വഴിയെ തുറക്കാത്ത ശാപങ്ങൾ യേശുവിൻ നാമത്തിൽ അത് അഴിയട്ടെ. ഈ ദേശത്ത് നീ ഒരു അത്ഭുതമാകട്ടെ, നിൻ്റെ തലമുറയ്ക്ക് വഴി തുറക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. നിൻ്റെ ഭവനം ദേശത്തിൻ്റെ നടുവിൽ പരിഹസിച്ചവരുടെ മുമ്പിൽ നിൻ്റെ ഭവനം യേശുവിൻ്റെ നാമത്തിൽ അത് ഉയർന്നു വരട്ടെ. യേശുവിൻ നാമത്തിൽ നീ കീഴുകതിയല്ല, നീ അനുഗ്രഹത്തിലേക്ക് നീ തിരിയട്ടെ. നിൻ്റെ സമ്പത്തൊക്കെയും അനുഗ്രഹിക്കട്ടെ. ദൈവിക പ്രവർത്തികൾ നിൻ്റെ മേൽ, നിൻ്റെ തലമുറകളുടെ മേൽ, നിൻ്റെ ഉപജീവനത്തിൻ്റെ മേൽ, നിൻ്റെ ബിസിനസ്സിൻ്റെ മേൽ, നിൻ്റെ ആരോഗ്യത്തിൻ്റെ മേൽ, നിൻ്റെ അഭിവൃദ്ധിയുടെ മേൽ ദൈവിക അനുഗ്രഹങ്ങൾ വെളിപ്പെടുമാറാകട്ടെ. നീ ഒരു അനുഗ്രഹമായി തീരട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും നല്ല വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.